ലോകം അതിരൂക്ഷമായ യുദ്ധ സാധ്യതയിലേക്ക് നീങ്ങുകയാണ്. തായ്വാനെ ചുറ്റി ചൈനീസ് കപ്പലുകളും യുദ്ധവിമാനങ്ങളും സജീവമായതോടെ അന്താരാഷ്ട്ര സമൂഹത്തെ ആശങ്കപ്പെടുത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇറാനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്ന അമേരിക്കയുടെ ശ്രദ്ധ അപ്രതീക്ഷിതമായ ചൈനയുടെ നീക്കങ്ങൾ കണ്ടപ്പോൾ തായ്വാനിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. നിലവിലെ സാഹചര്യങ്ങൾ എന്തിലേക്കാണ് വഴിതെളിക്കുന്നത് എന്നത് അനിശ്ചിതത്വത്തിലാണ്. തായ്വാനെ വളഞ്ഞ് ചൈന 19 യുദ്ധക്കപ്പലുകളും 50-ലധികം യുദ്ധവിമാനങ്ങളും ഇറക്കിയതോടെ കടലിടുക്കിൽ അമേരിക്കയുടെ സാന്നിധ്യം കൂടിയിരിക്കുകയാണ്. ചൈനയുടെ ഈ നീക്കം അമേരിക്കയ്ക്ക് നേരെ നടത്തുന്ന ശക്തമായ മുന്നറിയിപ്പായി വിലയിരുത്തപ്പെടുന്നു. തായ്വാനിൽ സംയുക്ത മേധാവിത്വം പിടിച്ചെടുക്കുക, അവിടെ ഉപരോധം ശക്തമാക്കുക, കരയും സമുദ്ര ലക്ഷ്യങ്ങളും ആക്രമിക്കുക എന്നിവ ലക്ഷ്യമാക്കി ചൈന സൈനിക അഭ്യാസങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ജോയിന്റ് വാൾ 2024A എന്ന രഹസ്യനാമത്തിൽ നടക്കുന്ന ഈ അഭ്യാസങ്ങൾ ചൈനയുടെ ആഗോള ശക്തി പ്രകടനമായി വിലയിരുത്തപ്പെടുന്നു. തായ്വാന്റെ സ്വാതന്ത്ര്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ചൈനയുടെ നീക്കങ്ങൾക്കെതിരെ അമേരിക്കയുടെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. അതേസമയം ഇറാനെ ആക്രമിക്കാനൊരുങ്ങുന്ന അമേരിക്കയ്ക്ക് ചൈനയുടെ ഈ നീക്കം വൻ തലവേദനയായി മാറിയിരിക്കുകയാണ്. ഇറാനെ ലക്ഷ്യമാക്കി ട്രംപിന്റെ നേതൃത്വത്തിൽ അമേരിക്കയുടെ നീക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് ചൈനയുടെ സൈനിക ശക്തി തായ്വാനിലേക്ക് തിരിഞ്ഞത്. ഇത് ലോകത്തിനു മുന്നിൽ പുതിയ യുദ്ധസാധ്യതകളുടെ വെല്ലുവിളി ഉയർത്തുന്നു. ഇറാനെതിരെ ബോംബിംഗ് ഭീഷണി ഉയർത്തിയ ട്രംപിനെതിരെ ഇറാൻ ശക്തമായ മറുപടി മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി അമേരിക്കയോ ഇസ്രയേലോ ഇറാനു നേരെ ആക്രമണം നടത്തിയാൽ അതിന് നിർണായകമായ തിരിച്ചടി നൽകുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ ഇറാൻ സജീവ സൈനിക മുന്നൊരുക്കങ്ങൾ നടത്തുന്നുവെന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. ഇറാന്റെ ആണവ പദ്ധതികൾ ഇപ്പോഴും അമേരിക്കയ്ക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്. യുറേനിയം സമ്പുഷ്ടമാക്കുന്നതിൽ 60% വരെ ഇറാൻ വിജയിച്ചിരിക്കുന്നത് ഈ മേഖലയിൽ ഇനിയും കൂടുതൽ മുന്നേറ്റങ്ങൾ ഉണ്ടാകുമെന്നതിന്റെ സൂചനയാണ്. അതിനിടെ റഷ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുമ്പോൾ അമേരിക്ക കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടി വരും. റഷ്യയുടെ പിന്തുണയോടെ ഇറാൻ നിലയുറപ്പിക്കുമ്പോൾ ചൈനയും തായ്വാനിൽ തങ്ങളുടെ ശക്തിപ്രയോഗം തുടരുമ്പോൾ ഈ നിർണായക ഘട്ടത്തിൽ അമേരിക്കയുടെ നീക്കം എന്തായിരിക്കുമെന്നത് ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ അപ്രതീക്ഷിതമായ രീതിയിൽ സമാന്തരമായി നടക്കുന്ന ഈ നീക്കങ്ങൾ ലോകത്തിന്റെ സമാധാനത്തെ തന്നെ മാറ്റിമറിച്ചേക്കാമെന്ന ആശങ്കയുണ്ട്. തായ്വാൻ, ഇറാൻ, റഷ്യ എന്നിവയുടെ സൈനിക നീക്കങ്ങൾ ആഗോള പ്രഭാവത്തിന് വെല്ലുവിളിയാകുന്ന സാഹചര്യമാണിപ്പോൾ. തായ്വാന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ അമേരിക്കയ്ക്ക് കഴിയുമോ എന്നതാണ് വലിയ ചോദ്യം. ഇറാന്റെ ആണവ പദ്ധതികൾക്കെതിരെ വാശിയേറിയ നിലപാട് പുലർത്തുന്ന അമേരിക്ക ഇറാനെ നേരിടാനും തായ്വാനെ സംരക്ഷിക്കാനുമായി ഒരേ സമയം നീക്കം നടത്താനുള്ള സാധ്യത കുറവാണ്. ചൈനയുടെ സൈനികാഭ്യാസങ്ങൾ, തായ്വാനെ ചുറ്റിപ്പറ്റിയുള്ള ഉപരോധ നടപടികൾ, ഇറാന്റെ പ്രതിരോധ മുന്നൊരുക്കങ്ങൾ ഇവയെല്ലാം അടുത്ത കാലങ്ങളിൽ ശക്തമായ ആഗോള യുദ്ധ സാധ്യതയിലേക്കുള്ള സൂചനകളായി വിലയിരുത്തപ്പെടുന്നു. തായ്വാനെ സംരക്ഷിക്കുമെന്നുള്ള അമേരിക്കയുടെ ഉറപ്പുകൾ ഇപ്പോൾ പരീക്ഷണ ഘട്ടത്തിലാണെന്നത് സംശയമില്ല. നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ കണക്കിലെടുത്താൽ അമേരിക്ക ഒരേ സമയം തായ്വാനെ ഉപരോധിക്കുന്നതിൽ നിന്നും ചൈനയെയും ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നതിൽ നിന്ന് ഇറാനെയും നേരിടാൻ തയ്യാറാവുമോ എന്നത് ഇപ്പോൾ ചോദ്യചിഹ്നമാണ്. ചൈന, ഇറാൻ, റഷ്യ, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾ ചേർന്ന് അമേരിക്കയെ വരിഞ്ഞു മുറുക്കുമ്പോൾ ലോകമിനി എങ്ങനെ മാറുമെന്നത് കാത്തിരിക്കേണ്ട കാര്യമാണ്. തായ്വാനൊപ്പം അമേരിക്ക മുന്നോട്ട് വന്നാൽ അതിന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ഒരു പുതിയ യുദ്ധം അപ്രത്യക്ഷമല്ലെന്നുമാണ് ആഗോള വിദഗ്ധർ വിലയിരുത്തുന്നത്.